الحمد لله الذي حكم على كل مخلوق بالفناء واستأثر لنفسه خاصة بالبقاء. نحمده سبحانه ونشكره على تطابع النوال والعطاء، ونشهد أن لا إله إلا الله وحده لا شريك له، له الكمال المطلق في الذات والصفات والأسماء. ونشهد أن سيدنا ونبينا محمدا عبده ورسوله، سيد المرسلين وإمام الحنفاء، صلى الله وسلم وبارك عليه وعلى آله وأزواجه وأصحابه والتابعين لهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إنك ميت وإنهم ميتون، ثم إنكم يوم القيامة عند ربكم تختصمون. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, റബ്ബുൽ ആലമീൻ അല്ലാഹുവെ ഭയപ്പെട്ട് അവൻ്റെ തൃപ്തിക്കനുസരിച്ച് മുത്തഖികളായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഈ നിലകൊള്ളുന്ന റബീഉൽ അവ്വൽ മാസം അന്ത്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പല ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്നത്തെ പറ്റി, അവിടുത്തെ ഹിജ്റയെ പറ്റി, റസൂലിന്റെ അന്ത്യത്തെ പറ്റി, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ചില ആളുകൾ മാത്രം ജന്മദിനത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് അതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അത് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നു എന്ന് മാത്രം. യഹൂദികളും നസ്രാണികളൊക്കെ ചെയ്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അങ്ങനെ ഒരു മാതൃക നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വഫാത്തിനെ പറ്റി, അവിടുത്തെ അന്ത്യത്തെ പറ്റി ഒരു വിശ്വാസി സദാ ഓർക്കണം. എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക്, ഇദാ സാബ അഹദുകും മുസീബ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ഫൽയദ്കുർ മുസാബഹു ബി, എന്നെ കൊണ്ടുണ്ടായ പ്രയാസം ഓർക്കട്ടെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപാട് അന്ത്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം, ട്രാജഡി, ഏറ്റവും വലിയ മുസീബത്ത്. പാപികൾ മുസീബത്ത് വരുന്നെങ്കിൽ, അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നുവെങ്കിൽ എന്റെ മരണത്തെക്കുറിച്ച് ഓർക്കട്ടെ. ഫഇന്നഹാ അഅ്ളമുൽ മസായിബ്, അതാണ് മുസീബത്തുകളിൽ ഏറ്റവും വലിയ മുസീബത്ത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുരന്തങ്ങൾ വെച്ചിട്ട് ദുരന്തമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ അന്ത്യത്തിലൂടെ പ്രിയപ്പെട്ടവരെ എന്താ സംഭവിച്ചത്? പ്രവാചകന്മാരുടെ വരവ്, അതിന്റെ ഒഴുക്ക് നിലയ്ക്കുകയാണ്. കാരണം അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിലൂടെ സംഭവിച്ച രണ്ടാമത്തെ ഏറ്റവും വലിയ ദുരന്തം വഹി ലഭിച്ചു, വഹി നിലച്ചു എന്ന, ലഭിച്ചുകൊണ്ടിരുന്ന വഹി എന്നേക്കുമായി അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യബോധനം നിലച്ചു പോവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മ ഉമ്മു ഐമൻ അനസ് റളിയല്ലാഹു അൻഹു പറയും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. നോക്കുമ്പോൾ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു, തബിക്കീൻ, നിങ്ങൾ കരയുകയാണോ എന്ന് ചോദിച്ചപ്പോ പോറ്റുമ്മ ഉമ്മു ഐമൻ പറയാണ്, ഇന്നി വല്ലാഹി ഖദ് അലിംതു അന്ന റസൂലല്ലാഹ് സബൂത്, അല്ലാഹുവിന്റെ റസൂൽ മരിക്കുന്നു എനിക്കറിയാം. വലാകിന്ന മാ ബിക്കി അൽ വഹി അല്ലദി ഇൻഗത അന്നാ മിനസ് സമാ, ഞാൻ കരയുന്നത് ആകാശ ലോകത്തുനിന്ന് ഉപരിലോകത്തുനിന്ന് ഇനി വഹി ഇറങ്ങില്ലല്ലോ എന്ന സങ്കടമാണ് അവർ പങ്കുവച്ചത്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് മുമ്പ് സൂചനകൾ നമുക്ക് നൽകി. ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ തുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. സൂറത്ത് സുമറിലെ 31-ാമത്തെ ആയത്ത് റസൂലിനോട് അല്ലാഹു പറയാണ്, നബിയെ താങ്കൾ മരിക്കും, വഇന്നഹും മയ്യിതൂൻ അവരും മരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ സ്വഹാബത്തിന് റസൂലിന്റെ അന്ത്യത്തെ പറ്റിയുള്ള സൂചന നൽകിയാണ്. സൂറത്തുൽ നസർ അവതരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്ന സൂറത്ത് അവതരിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, എന്താണ് ഇവിടെ അൽ ഫത്ഹ്, ഏറ്റവും വലിയ വിജയം എന്താണ്? അവർ പറഞ്ഞു, ഫത്ഹുൽ മദാഇൻ വൽ ഖുസ്, ഒരുപാട് കോട്ടകൾ, ഒരുപാട് നഗരങ്ങൾ ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ വന്നിട്ടുണ്ട്, അതാണെന്ന് പറഞ്ഞു. എന്താണ് ഇബ്നു അബ്ബാസ് താങ്കൾക്കുള്ള അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും, ഔ മസൽ ദുരിബ ലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നുഹിയത് ലഹു നഫ്സുഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മരണത്തെക്കുറിച്ചും അവധിയെക്കുറിച്ചും ആ ഒരു വാക്കിലൂടെ ലോകരെ അറിയിക്കും. തുടരെയുള്ള വഹീകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. അത് റസൂലിന്റെ അന്ത്യത്തെ പറ്റിയുള്ള ഒരു സൂചനയും ലക്ഷണമായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയും. ഖബ്ല വഫാത്തിഹി ഹത്താ തവഫഹ അക്തർ മാ കാൽ വഹീ, റസൂലിന്റെ വഫാത്തിന് മുമ്പെങ്ങാനുമില്ലാത്ത വിധം ഇങ്ങനെ വഹീ തുടരെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തികാഫ് സാധാരണ 10 ദിവസം ഇരിക്കുന്നത്, ആ റസൂല് മരണത്തിന് മുമ്പുള്ള ഇഅ്തികാഫ് 20 ദിവസമാക്കി റമദാനിൽ. ഇതൊക്കെ സ്വഹാബത്ത് കണ്ട സൂചനകളാണ് അല്ലേ? റസൂൽ പറഞ്ഞു, ഇന്ന ജിബ്രീല കാന യുആലിമുൽ ഖുർആൻ കുല്ല സനത്തിൻ മറത്തിൻ, എല്ലാ ഒരു കൊല്ലവും എന്റെ ഉസ്താദ്, എന്റെ ഗുരു ജിബ്രീൽ വന്നിറങ്ങും, ഇത് മുറാജഅ നടത്തും, ഖുർആൻ മുറാജഅ നടത്തും. എന്നിട്ട് പറയണം, ഇന്നഹു ആറദനിൽ ആമ മറത്തൈൻ, ഇക്കൊല്ലം 2 പ്രാവശ്യമാണ് എന്റെ അടുക്കൽ ജിബ്രീൽ വന്നത്. വലാ അറാഹു ഹദറ ഇല്ലാ ഹദറ അജലി, അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മരണം അടുത്തു എന്ന് റസൂൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ ഇടവാങ്ങൽ ഹജ്ജിൽ, അയ്യുഹന്നാസ് ഖുദു അന്നി മനാസികകും, നിങ്ങൾ എന്നിൽ നിന്നും ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ ഹജ്ജു ബഅദ ആമി, ഇനി അടുത്ത കൊല്ലം ഞാൻ ഹജ്ജ് ചെയ്യാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അതുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിക്കുകയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ രോഗം ബാധിച്ചു. സഫർ മാസം അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസയെ അനുഗമിച്ച് മടങ്ങുമ്പോൾ രോഗം പിടികൂടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമേ അല്ലേ, രോഗിയായിക്കൊണ്ട് 11 ദിവസം ജനങ്ങൾക്ക് ഇമാമായി അവിടുന്ന് നമസ്കരിച്ചു. 13 ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായിരുന്നു. രോഗത്തിന് കാരണം എന്താ? ആ ഖൈബറിൽ വെച്ച് ആ ജൂതപ്പെണ്ണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കാൻ വിളിച്ചുകൊണ്ട് വിഷം കലർത്തിയ ഭക്ഷണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകി. അത് റസൂൽ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുവെന്ന് അല്ലേ? അവസാന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന സമയങ്ങൾ, ആ ദിവസങ്ങൾ രോഗം വല്ലാതെ മൂർച്ഛിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹ കാന യസ്അലു ഫീ മർദിഹി അല്ലദീ മാത, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, യഖൂൽ ഐന ഗദൻ ഐന ഗദൻ അന ഗദൻ, നാളെ ഞാൻ എവിടെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിക്കുന്നത് ആയിഷ ബീവിയുടെ വീട്ടിലെ റസൂലിന്റെ താമസത്തെ പറ്റിയാണ്. ഫഅദിലഹു അസ്വാനുഹു, മറ്റു ഭാര്യമാരോട് അല്ലാഹുവിന്റെ റസൂൽ അനുവാദം ചോദിക്കുക. യഖൂൽ ഹൈസു ഷാ, എവിടെയാണോ റസൂൽ ഉദ്ദേശിക്കുന്നത് അവിടെ താമസിക്കാൻ. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് നീതി കാണിച്ചു. എന്തുകൊണ്ടും പ്രായമുള്ള മറ്റു ഭാര്യമാർക്ക് റസൂൽ വേണമെങ്കിൽ പെർമിഷൻ നൽകാം. ആയിഷയുടെ വീട്ടിൽ താമസിച്ചുള്ള റസൂലെ, എങ്കിലും റസൂലെ നീതിബോധമുള്ള ഒരു ഭർത്താവായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പെർമിഷൻ ചോദിക്കും, അനുവാദം ചോദിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണ നേരത്തെ റസൂലിന്റെ വാക്കുകൾ നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ നാട്ടിൽ റസൂലിനെ പറ്റി ഇങ്ങനെ പറയും, വഫാത്തിനെ പറ്റി പറയുമ്പോൾ റസൂൽ നമസ്കാരത്തെ പറ്റി പറഞ്ഞു, ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാൻ. റസൂൽ മരണ നേരത്ത് ഗൗരവമായ ലോകത്തിന് മൊത്തം, പ്രത്യേകിച്ച് ഉമ്മത്തിന് മൊത്തം നൽകിയ ഒരു താക്കീത് ഇവിടെ നമുക്ക് പറഞ്ഞു തരാൻ ആളുകളില്ല, പറഞ്ഞു കൊടുക്കാറുമില്ല. എന്താ റസൂൽ പറഞ്ഞത്? ബോധപൂർവം മതത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഒരു സമൂഹത്തെ ഏറ്റവും ഉന്നതമായ നിലയിൽ പരിവർത്തിപ്പിക്കേണ്ട, മാറ്റമുണ്ടാക്കേണ്ട മത നേതാക്കൾ മനഃപൂർവ്വം ഇത് മൂടിവെക്കുകയാണ്. ജൂതന്മാർക്കുമേൽ ക്രിസ്ത്യാനികൾക്കുമേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അവരുടെ ആരാധന കേന്ദ്രങ്ങൾ പള്ളികളാക്കി മാറ്റി എന്ന ശക്തമായ താക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസാന വസിയത്ത് ഈ ഉമ്മത്ത് പാലിച്ചു.
കാണുന്നിടത്തൊക്കെ ഈ പള്ളിയുമായി അറ്റാച്ച് ചെയ്തു ജാറങ്ങൾ കെട്ടിപ്പൊക്കി ഉയർത്തിക്കൊണ്ടിരിക്കുക. നാളെങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുക. ശിർക്ക് പൂക്കുന്ന മരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യ സമയത്ത് ആ വസിയത്തെങ്കിൽ ഈ ഉമ്മത്തൊന്ന് മാനിച്ചെങ്കിൽ, ഈ ഉമ്മത്തൊന്ന് സ്വീകരിച്ചെങ്കിൽ ഇത്ര ഗൗരവമായി ആലോചിച്ചു അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 ചോദ്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ടാവും, കാത് ഇവിടെ ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ ജനങ്ങൾക്ക് മുന്നിൽ എണീറ്റുകൊണ്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ജീവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ, ഇതാ എന്റെ മുതുക്, ഇവിടെ നിങ്ങൾ പ്രതികാരം തീർത്തോളി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെയെങ്കിലും ധനം, ഞാൻ പൈസ ആരുടെയെങ്കിലും അന്യായമായി ഞാൻ എടുത്തിട്ടുണ്ടോ, ഇതാ എന്റെ ധനം, നിങ്ങൾ എടുത്തോളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ആരുടെയെങ്കിലും അഭിമാനം ഞാൻ ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനം നിങ്ങൾ മുറിപ്പെടുത്തിക്കോളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, റസൂലിന്റെ വഫാത്തിന്റെ സമയത്തുള്ള റസൂലിന്റെ ആ വാക്കുകൾ നമുക്ക് പഠിക്കേണ്ട മാർഗം ചിന്തിച്ചോ. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എത്ര പേരെ നോവിച്ചിട്ടുണ്ട്, എത്ര പേരുടെ അഭിമാനത്തിന് നമ്മൾ ക്ഷതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പൊരുത്തപ്പെടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇനി പൊരുത്തപ്പെടിക്കോ? മരണത്തിന് ഇപ്പോഴെങ്കിലും മുമ്പ് ശാരീരികമായി നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ബിസിനസ്സിൽ പാർട്ട്ണർക്ക് കൊടുക്കേണ്ട പൈസ പലതവണ ഇപ്പോൾ തരാം, നാളെ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഇപ്പോഴും നമ്മൾ നടക്കുന്നുണ്ട്. ലോകത്തുനിന്ന് ഏത് നേതാവായി ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്? കടം വാങ്ങിയത് ഇന്ന് തരാം, നാളെ തരാമെന്ന് നമ്മൾ പറഞ്ഞ് പറ്റിക്കുകയില്ലേ? ഏതൊക്കെ നിലക്ക് ആളുകളെ നമ്മൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയാൻ കഴിയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇതാ എന്റെ മുതുക്, ഇതാ എന്റെ ധനം, എന്റെ അഭിമാനം, ഇതാ എന്ന് നമുക്ക് ധൈര്യമുണ്ടോ? പറയാൻ കഴിയുമോ? നമുക്ക് പ്രിയപ്പെട്ടവർ ആലോചിച്ചു. വളരെ ഗൗരവമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ മാതൃകയാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു നേതാവിന് അങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പറയൂ. അവിടെ യോഗ്യത ഉണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്ക്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹർ നമസ്കരിച്ചു. ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് 3 ദിർഹം തരാനുണ്ട് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്നെ കടം വീടുകയാണ്. വേറൊരാൾ വന്നു, എനിക്ക് എന്റെ നബിയെ താങ്കൾ വടി കൊണ്ട് എന്റെ വയറിൽ കുത്തിയിട്ടുണ്ട്, എനിക്ക് ഖിസാസ് വേണം. സവാദിന്റെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ആകാംബരവും സവാദ് നബിയോട് പ്രതികാരം ചോദിക്കുകയോ? എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുമ്പോ കുത്താൻ വേണ്ടി വന്ന സവാദിന്റെ വടി, കയ്യിലുള്ള വടി താഴെ ഇട്ടിട്ട്, അല്ല എന്നെ റസൂൽ കുത്തിയപ്പോ ഞാൻ ഡ്രസ് ഇട്ടിട്ടുണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് വേദനിക്കും, അതുകൊണ്ട് എനിക്ക് കുപ്പായം പൊന്തിച്ചേരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം പൊന്തിച്ചത് പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഓടി വന്ന് കയ്യിലുള്ള കമ്പ് വലിച്ചെറിഞ്ഞുകൊണ്ട് റസൂലിന്റെ മാറിലേക്ക് ചേർത്ത് കുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമേ എന്നിട്ട് പറയാ, നബിയെ ഇനി ഞാൻ നിങ്ങളെ കാണുമെന്ന് എനിക്കറിയില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരീരിച്ച സുന്നത്ത് അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാമിൻ നബിയിൻ യംറു ഇല്ലാ ഖൈറ ബൈന ദുനിയ വൽ ആഖിറ, ഏതൊരു പ്രവാചകനും ദുനിയാവിൽ ജീവിക്കുമ്പോൾ ചോയ്സ് 2, ഒന്നുകിൽ കാലാകാലം ദുനിയാവിൽ താമസിക്കുക, അല്ലെങ്കിൽ പരലോകത്ത്. എന്താ വേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവല്ല തിരഞ്ഞെടുത്തത്, ആഖിറമാണ് തിരഞ്ഞെടുത്തത്. അവിടെ തിരഞ്ഞെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. റസൂലിന്റെ പ്രാർത്ഥനയാണ്. അമ്പിയാക്കൾക്കൊപ്പം ശുഹദാക്കൾക്കൊപ്പം അല്ലാഹ് എന്നെ നീ ചേർക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സഹാബികൾ നമുക്കത് പറഞ്ഞു തരികയാണ്. മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് മഗ്രിബ് നമസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൽ മഗ്രിബ ഫഖറഅ ഫീഹാ സൂറത്തുൽ മുർസലാത്ത്. മഗ്രിബ് നമസ്കരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ സൂറത്തുൽ മുർസലാത്ത് ഇവിടെ ഓതി. ഇശാഇ ബാങ്ക് കൊടുത്തു, ലോകം അധികരിച്ചു. അസല്ലന്നാസ് റസൂൽ ചോദിക്കുകയാണ്, ജനങ്ങളൊക്കെ നിസ്കരിച്ചോ? ഫഖുൽന ഇല്ല നബിയേ, ലാ വഹും യന്തദിറൂനക യാ റസൂലല്ലാഹ്. നബിയേ, നിങ്ങളെ കാത്തു നിൽക്കണം. റസൂൽ പറഞ്ഞു, വെള്ളം കൊണ്ടുവരും, ഞാൻ wudu കൊടുക്കട്ടെ. അങ്ങനെ റസൂൽ wudu കൊടുത്തു. എന്നിട്ട് എഴുന്നേൽക്കാൻ വേണ്ടി ഇങ്ങനെ പോയി, റസൂലിന്റെ ബോധം പോയി. ശക്തമായ കഠിനമായ ക്ഷീണത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബോധം വന്നു. വീണ്ടും ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയേ, ജനങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ബോധം വരുന്നു, പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അബൂബക്കറെ, താങ്കൾ ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുക. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ 3 ദിവസം മുമ്പ് റസൂൽ പറഞ്ഞ ഉപദേശം, അത് നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും എപ്പോഴും മരണം വരെയും നമ്മൾ കൊണ്ടുനടക്കേണ്ട ഒരു കാര്യം. റസൂൽ പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും, നിങ്ങൾ ഒരാൾ മരിച്ചു പോകരുത്, ഇല്ലാഹു യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവെ കുറിച്ചുള്ള നല്ലൊരു വിചാരം നമ്മുടെ മനസ്സിലുണ്ട്. അത് നമുക്ക് സംശയമായിരിക്കും, എന്താ നമുക്ക് അല്ലാഹയെ കുറിച്ച് എന്താ മോശമായ വിചാരം ഉണ്ടാവും? ആർക്കുമില്ലാത്ത പ്രയാസങ്ങൾ ദുരിതങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ എന്നെ മാത്രം അല്ലാഹ് എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്, എനിക്ക് മാത്രം എന്തിനാ അങ്ങനെ രോഗം തരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ റബ്ബിനെ കുറിച്ച് നമ്മുടെ ചിന്ത വിടത്തി എന്നെ മാത്രം അല്ലാഹ് പരീക്ഷിക്കുകയാണ്. ആലോചന, വെള്ളപ്പൊക്കമുണ്ടായി, ദുരന്തമുണ്ടായി, ഭൂകമ്പ സുനാമിയൊക്കെ ഉണ്ടായപ്പോ അല്ലാഹ് കാരുണ്യവാനല്ലേ, അല്ലാഹ് വിചാരിച്ചെങ്കിൽ ഇങ്ങനെ ഉണ്ടാവൂലേ എന്ന് ചോദിക്കുന്ന ആളുകളെ പറ്റിയുള്ള വിചാരം എന്താണെന്ന് ആലോചിച്ച് നോക്ക്. അതാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾ മരിച്ചു പോകുമ്പോൾ അല്ലാഹയെ കുറിച്ച് നല്ല വിചാരം മനസ്സിലുണ്ടാകണം. അത് നമുക്ക് ഉണ്ടായിരിക്കണം. അതല്ല അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, മരണത്തിന് 2 ദിവസം മുമ്പ് ദുഹർ നമസ്കാരത്തിന് 2 ആളുകളുടെ സഹായത്തോടെ പള്ളിയിൽ പോവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വേറെ സഹാബിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്നില്ല, രോഗബാധിതനാണ്. അവിടത്തെ കാലിന്റെ പെരുവിരൽ ഇങ്ങനെ മണലിൽ എഴുതുന്നത് സഹാബികൾ അടയാളം ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണം, ബാങ്ക് കൊടുക്കുന്ന പരിധിയിൽ നമ്മുടെ പള്ളിയുണ്ട്, അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. എത്ര സമയം, എത്ര ജമാഅത്ത് നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് മുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു, ആരോഗ്യം ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ ആ സമയം ഉമ്മത്തിനോട് അസ്സലാ അസ്സലാ വെറുതെ പറയുകയല്ല, റസൂൽ നമുക്ക് കാണിച്ചു തരും. ഒരു തലവേദന വന്നാൽ, ഒരു കാലുവേദന വന്നാൽ ഉടനെ ജമാഅത്ത് മുടക്കുന്നവരാ നമുക്ക് ഇളവുണ്ടെന്ന് കരുതിയിട്ടല്ലേ. ആലോചിച്ച് നോക്ക്, റസൂൽ കൈയിട്ട് തോൾ കൈയിട്ട് ഇങ്ങനെ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോവേ താങ്ങിക്കൊണ്ടുപോയാണ് സ്വഹാബി അല്ലേ. അവിടുന്ന് സഹാബത്ത് പറയുന്നുണ്ട്, അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെയും ജനങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടർന്ന് നമസ്കരിക്കുകയാണ്. നബിക്ക് ഇരിക്കാനേ കഴിയുന്നുള്ളൂ റസൂൽ, എന്നിട്ടും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് മുടക്കിയില്ല. അത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യം അല്ലേ. ഫാത്തിമയെ വിളിച്ചു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് 1 ദിവസം മുമ്പ് അടിമകളെ മോചിപ്പിച്ചു, 6-7 ദിനാർ ദാനം ചെയ്തു. ഫാത്തിമയെ വിളിച്ചു നടത്തി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവരെ വിളിച്ച് അവരുടെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർ കരയുകയാണ്. എന്നിട്ട് വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാതിൽ പറഞ്ഞപ്പോൾ അവർ വീണ്ടും ചിരിക്കുകയാണ്. രണ്ടും ഫാത്തിമ മറക്കില്ല ഒരിക്കലും ജീവിതത്തിൽ. ഒന്ന്, ഈ ലോകത്തിൽ മകളെ ഞാൻ മരിക്കും. രണ്ടാമതായി എന്റെ കുടുംബത്തിൽ നിന്നും ആദ്യമായി എന്നിലേക്ക് വന്നു ചേരുന്നത് നീയാണ് ഫാത്തിമ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തിന്റെ ചിരി. അത് നമുക്ക് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികൾ ഹസൻ ഹുസൈനെ വിളിച്ചുകൊണ്ട് ഉപദേശം നൽകി, എല്ലാം നൽകി, ഭാര്യമാരുടെ നിർദ്ദേശങ്ങൾ നൽകി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ വേദന കൊണ്ട് പിടയുമ്പോൾ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഫാത്തിമ വന്നുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, വാക്കർ ബാബ, എന്റെ ഉപ്പ എന്തുമാത്രം പ്രയാസം സഹിക്കേണ്ടത്, എന്റെ ഉപ്പക്ക് എന്തുമാത്രം വേദനയാണ് എന്ന് പറഞ്ഞ് മകൾ പൊട്ടിക്കരയും. അനസ് റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിക്കുകയാണ്, ഇന്നത്തോടുകൂടി നിന്റെ ഉപ്പയുടെ പ്രയാസം തീരുമോളെ, ഇന്നത്തോടുകൂടി ഇനിയൊരു പ്രയാസം നിന്റെ ഉപ്പക്കുണ്ടാവില്ല എന്ന് ആശ്വസിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അനസ് റളിയല്ലാഹു അൻഹു പറയും. നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന ദിവസം, അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന ദിവസം, വഫാത്തിന്റെ അവസാന ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്നു. ആയിഷയുടെ സഹോദരൻ കാണാൻ വരികയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു. റസൂൽ ആകാംക്ഷയോടുകൂടി ആ മിസ്വാക്കിലേക്ക് നോക്കി. റസൂലിനെ സംസാരിക്കാൻ കഴിയുന്നില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കാര്യം മനസ്സിലായി. ആ മിസ്വാക്ക് വാങ്ങിക്കൊണ്ട് അവര് തന്നെ പറയുകയാണ്. ആ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആഗ്രഹിച്ചപ്പോ ആയിഷ ബീവി ആ മിസ്വാക്ക് വായിൽ വെച്ച് കടിച്ച് പദം വരുത്തിയിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കണം, എന്താ ശുദ്ധീകരണം വരുത്തി കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം അടുക്കുകയാണ്. മരണവേളയിൽ ഓരോരുത്തരും ആ മരണം നമ്മൾ ആസ്വദിക്കുന്നതിന് പ്രിയപ്പെട്ടവരെ യാതൊരു സംശയവുമൊന്നുമില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ നെഞ്ചിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ഒരു പാത്രം വെള്ളത്തിലിട്ടിട്ടുണ്ട്. വേദന സഹിക്കാൻ കഴിയുന്നില്ല, മരണം അടുക്കുകയാണ്. മലക്കുൽ മൗത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് റസൂൽ കൈ കൊണ്ട് ഈ മുഖത്ത് ഇങ്ങനെ തടവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്നലിൽ മൗതി സക്രാത്ത്.
മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട്. കൈ ഇങ്ങനെ ഉയർത്തി വിരൽ ചൂണ്ടിക്കൊണ്ട് ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ശ്വാസം നിലച്ചു. അവസാന ശ്വാസം റസൂലിന്റെ കൈ താഴേക്ക് പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ ആ ഒരു വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പറയണം, ഞാൻ ഇങ്ങനെ കാതിങ്ങനെ ചുണ്ടിലേക്ക് അടുപ്പിക്കുമ്പോൾ ഞാൻ കേട്ട വാക്ക്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹ് എന്നോട് നീ കരുണ കാണിക്കല്ലാ, എനിക്ക് പുറത്തു താ അല്ലാഹ്, വൽഹിഖ്നി ബിർറഫീഖ്, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് അല്ലാഹ് എന്നെ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്ക്. സ്വഹാബികളുടെ നെഞ്ചു പൊട്ടിയ ദിവസം റബീഉൽ അവ്വൽ 12 ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ റസൂലിന്റെ വേർപാടിൽ മദീന മുഴുവൻ കരയുമ്പോ ആ ദിവസമാണല്ലോ ലോകത്ത് അങ്ങനെ ഒരു നേതാവിന്റെ അനുയായികൾ എന്ന് പറയുന്നതിൽ ലജ്ജയും ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ റസൂല് വഫാത്തായി പോയ ദിനം ഒരു ഉമ്മത്ത് മുഴുവൻ, മുസ്ലിം ലോകം മുഴുവൻ കരഞ്ഞ ദിനമാണ് ആഘോഷിക്കുന്നത്. ഓർക്കുമ്പോ എന്താണ് അതിന്റെ പിന്നിലുള്ള താല്പര്യം എന്ന് ആലോചിക്കണം. തിന്നും കുടിച്ചും ആസ്വദിക്കുമ്പോ, പാട്ടുപാടിയും ഡാൻസ് കളിച്ചുമൊക്കെ ആസ്വദിക്കുമ്പോ ആ നേതാവിനോട് ലോകത്തൊരു നേതാവിന്റെ ചരമദിനം ആഘോഷിക്കുന്ന ഒരു സമുദായമായി നമ്മുടെ സമുദായം അധപ്പതിച്ചു പോയി എന്ന് പറയുമ്പോൾ അവരുടെ ഓരോ ആലോചിക്കും. അവിടുത്തെ അന്ത്യ ദിവസം ആ റസൂലിലൂടെ പിന്നെ ഉണ്ടായിത്തീരുന്നത്, റസൂലിലൂടെ നമുക്ക് ലഭിക്കേണ്ട എല്ലാ ഗുണങ്ങളും അതോടുകൂടി അവസാനിക്കും. അവിടെ നൽകിയ വസിയത്തുകൾ അതൊക്കെ മരണം വരെയും ഒരു മുസ്ലിം എന്ന നിലയിൽ ഓരോ വ്യക്തിയും നെഞ്ചിലേറ്റ് ജീവിക്കേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. اتقوا الله عباد الله. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞ ദിവസം മദീനയുടെ സ്ഥിതി വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലമ്മ കാന യൗമുൽ ലദി ദഖല ഫീഹി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വരുമ്പോൾ അദാ മിൻഹാ കുല്ലു ഷൈ, എല്ലാം പ്രകാശിച്ചു എന്ന് പണ്ഡിതന്മാർ പറയും. ആ റസൂലിന്റെ വരവിലൂടെ യഥീബ് എന്നായിരുന്നു ആ നാടിന്റെ പേര്. പനി പോലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്ന ഒരു നാട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിലൂടെ ബർക്കത്തുണ്ടായി. ശോഷിച്ചു പോയ മെലിഞ്ഞുണങ്ങിയ മൃഗങ്ങൾക്ക് നല്ല കറവയുണ്ടായി, നല്ല പാലുണ്ടായി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്താണ്. അത് റസൂൽ മാത്രമുള്ള ബർക്കത്താണ്, മറ്റാർക്കും അതില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം فلما كان اليوم الذي مات رسول മരിച്ച ദിവസം ആ മദീന അല്ലമ മിൻഹാ കുല്ലു ഷൈ, എല്ലാം ഇരുണ്ടടഞ്ഞു പോയി, ഇരുൾ മുറ്റിപ്പോയി. എവിടെയും മദീന മുഴുവൻ ഇരുട്ടായതുപോലെ എന്നാണ് സഹാബാക്കൾ പറഞ്ഞത്. ഹത്താ നഫദല അൻ നബിയിൽ അൽ ഐദി ഹത്താ അൻകർനാ ഖുലൂബന, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്ത് ജനാസ അടക്കിയിട്ട് ഞങ്ങളുടെ കയ്യെ മണ്ണെങ്ങനെ കുടയുമ്പോഴും അൻകർനാ ഖുലൂബന, ഞങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല റസൂലിന്റെ വേർപാട്. അല്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ മരണത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയും യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസത്തെ പറ്റി. കൂടെയുള്ള ആളുകൾ ചോദിക്കും, എന്ത് വ്യാഴാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത യൗമുൽ ഖമീസ്? സുമ്മ യബ്കി, അത് പറയുമ്പോൾ തന്നെ അദ്ദേഹം കരയാണ്. കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, ഫഖീല ലഹു യാ ഇബ്നു അബ്ബാസ് മാ യൗമുൽ ഖമീസ് ഇഷ്തദ്ദ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഉ, അന്നാണ് റസൂൽ കഠിനമായ രോഗം മൂർച്ഛിച്ചത്. ആ ദിവസം ഓർത്തെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദുഐബ് ഹുദരി പറയും, മദീനയ്ക്ക് ഞാൻ ചെല്ലുമ്പോ റസൂൽ വഫാത്താകുമ്പോൾ ഞാൻ നാട്ടിലില്ലായിരുന്നു. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോ ആ ആളുകളുടെ മൊത്തത്തിൽ മദീനയിൽ ഒരു ഇരമ്പം പോലെ, ഒരു മുഴക്കം പോലെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാൻ. ഏതുപോലെ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി പ്രവേശിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ തൽബീയത്ത് ചൊല്ലും. അപ്പൊ മൊത്തത്തിലുള്ള സൗണ്ട് ഉണ്ട്, ഒരു വല്ലാത്തൊരു ശബ്ദം. ആ ശബ്ദമാണ് മദീനയിലും ഞങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ്? റസൂലിന്റെ വേർപാടിലുള്ള തേങ്ങൽ ഹൃദയത്തിൽ ഒരു വല്ലാത്തൊരു വിങ്ങലായി പുറത്തേക്ക് വരികയാണ്. അല്ലേ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഇരുന്നുകൊണ്ട് ഇതേപോലെ മിമ്പറിൽ ഉടനെ ഫാത്താകും മുമ്പ് മിമ്പർ തേങ്ങിയില്ലേ, മിമ്പർ തേങ്ങിക്കരഞ്ഞില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി.
റസൂലിന്റെ കൈ വെച്ച് അതിനെ കെട്ടിപ്പിടിക്കുവോളം റസൂൽ ആ മെമ്പറിനെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ അന്ത്യനാൾ വരെയും അതിനെ കരഞ്ഞുകൊണ്ടിരിക്കും. അതിനെ സംബന്ധിച്ചാണ് ഹസൻ ബസരി പറയുന്നത്, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി ഹദീസ് അദ്ദേഹം പറഞ്ഞിട്ട് എപ്പോഴും കരയാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക്, ഒരു തടി പോലും ജീവനില്ലാത്ത വസ്തു പോലും അള്ളാഹുവിന്റെ റസൂലിനോട് അനുകമ്പ കാണിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുകമ്പ തോന്നുന്നില്ല? ചോദിക്കണം അല്ലേ? സഹാബത്തിന്റെ അവസ്ഥ ആലോചിച്ചു. റസൂൽ വഫാത്തായപ്പോ വല്ലാത്ത ദുഃഖം, അദ്ദേഹം മനസ്സ് വല്ലാതെ പരിഭ്രമിച്ചു പോയിരിക്കുകയാണ്. അദ്ദേഹം വലിയൊരു കുന്നിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൂടെ നടന്നു പോകുന്നു. അസ്സലാമു അലൈക്കും പറയുന്നു. അദ്ദേഹം പറയാണ്, ഉമർ സലാം പറഞ്ഞത് എനിക്ക് ഉണ്ടായ ആ ദുഃഖത്തിന്റെ ആധിക്യത്താൽ വല്ലാത്തൊരു പ്രയാസത്തിൽ ഞാൻ ഇരിക്കുകയാണ്. സലാം പറഞ്ഞത് പോലും ഞാൻ കേട്ടിട്ടില്ല. ആര് പറയാ? സ്വഹാബത്ത് പറയാ. ആലോചിച്ചു അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എന്താ പറയേണ്ടെന്ന് അറിയാതെ നാവിറങ്ങിപ്പോയ ആളുകൾ ഉണ്ടായിരുന്നു. പരിഭ്രമിച്ചു, എന്താ പറയണമെന്ന് അറിയില്ല. അങ്ങനെയുള്ള ആളുകൾ ഉരുപ്പിടിച്ച് വാളുമായി ഇറങ്ങിയവരുണ്ട്. ഉമർ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ, അതെ, അലി ഇബ്നു അബീ താലിബ് പോലെയുള്ളവർ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരുന്നു പോവാൻ. എന്താ പറയേണ്ടത് പോലും സഹാബത്തിന് അറിയില്ല. വല്ലാത്തൊരു ശോകമുഖമായ അന്തരീക്ഷമാണത് അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഞങ്ങൾ ആ വഫാത്തായ ദിവസം അല്ലാഹു പറയുന്നത്, മദീന ആകെ ഇരുണ്ടടഞ്ഞു പോയി, ഞങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോലും കഴിയില്ല. ഞങ്ങൾക്ക് റസൂലിന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല എന്നാണ്. റസൂലില്ലാത്തൊരു മദീന സ്വഹാബത്തിന് സങ്കല്പിക്കാൻ കഴിയുന്നില്ലായിരുന്നില്ല. അതാ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുന്നാരമ്പോൾ ഫാത്തിമയുടെ സങ്കടം അറിയോ നിങ്ങൾക്ക്? റസൂൽ വഫാത്തായി, റസൂലിന്റെ ജനാസ ഖബറിൽ വെച്ചു. യാ അനസ് അതാബത അൻഫുസുകും അൻ തഹ്തവു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ തുറാബ്. നിങ്ങൾക്ക് എങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മയ്യിത്തിന് മേൽ മണൽ വാരിടാൻ നിങ്ങൾക്ക് കഴിയുന്നു? ആര് ചോദിക്കുകയാണ്? മകൾ ചോദിക്കുകയാണ്, ഫാത്തിമ ചോദിക്കുന്ന വാക്കുകൾ. ബിലാലിന്റെ സങ്കടം പറഞ്ഞാൽ തീരില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഭാര്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത നോക്കി, നിക്കറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നാളെ നമുക്ക് സ്വർഗത്തിൽ ഒന്നിക്കാം. നമുക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹത്തിന്റെ അനുയായികളോടൊപ്പം സ്വർഗത്തില് നമുക്ക് ഒന്നിക്കാം. നീ കരയണ്ട. സഹാബത്തൊക്കെയും അങ്ങനെയാ പറഞ്ഞത്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ, അമ്മാർ ഇബ്നു യാസിർ, എല്ലാവരും നാളെ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം നമ്മുടെ റസൂലിനെ. സഹാബത്ത് കരഞ്ഞതുപോലെ ഒരു ദുഃഖം പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയില്ല. അത്രയും കരഞ്ഞുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ച സന്ദർഭങ്ങൾ, റസൂലിന്റെ നിഴലായി കൂടെ നടന്ന സ്വഹാബത്ത് ആ റസൂലിന്റെ ജീവിതം കണ്ടുപിടിച്ചു. അവരെങ്ങനെ സ്നേഹിച്ചു. പക്ഷെ അവർക്കാർക്കും ആ നബിയെ അങ്ങനെ സ്നേഹിച്ച ആളുകൾക്ക് റസൂലിന്റെ പേരിലുള്ള ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു സുന്നത്ത് അവർക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? റസൂലിന്റെ ലോകത്ത് അവരെ സ്നേഹിച്ച പോലെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ചിന്തിക്കുക, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ആ റസൂലിന് മനസ്സിലായില്ല. മക്കയിലെ ചെറിയ കുട്ടികളെയൊക്കെ വിളിച്ച്, നാളെ മക്കളെ എന്റെ ജന്മദിനാണ്, നിങ്ങളൊരു 100 മീറ്റർ റാലി കഅബയ്ക്ക് ചുറ്റോട് സംഘടിപ്പിച്ചോടി, കൊടിയിൽ പിടിച്ചുകൊണ്ട്. അങ്ങനെ ഒരു സുന്നത്ത് റസൂൽ പഠിപ്പിച്ചെങ്കിൽ സഹാബത്തിന് അറിയാതെ പോയതാ? ആ സഹാബത്ത് നമുക്ക് പറയാതെ പോയത് വിട്ടുപോയതാ? എന്താണ് റസൂലിനെ പറ്റി ഇങ്ങനെ പറയാൻ സാധിക്കുക? സഹാബത്തിനെ പറ്റി ചിന്തിക്കാൻ കഴിയും. അങ്ങനെ ഒരു റസൂലിനോടുള്ള സ്നേഹപ്രകടനം ആ രൂപമുണ്ടായിരുന്നെങ്കിൽ സഹാബത്തിനെ കാണിച്ചു തരണ്ടേ? നമുക്ക് ഇല്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്ക്. റസൂലിന്റെ വഫാത്ത് ലോകത്തിനുണ്ടാക്കിയ നഷ്ടം സഹാബത്തിനുണ്ടാക്കിയതുപോലെ ലോകത്താർക്കുണ്ടാക്കിയിട്ടില്ല. നേതാവാണ് പോയത്. ആ റസൂലിലൂടെ നമുക്ക് കിട്ടുന്ന നിഅമത്തുകൾ ഒരുപാടില്ലാതായി വേണം. അവരാരും ആ റസൂൽ പഠിപ്പിച്ചതിന് അപ്പുറത്തേക്ക് ഇല്ല ഒരു കാര്യവും ഒന്നും. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അതല്ലേ ലളിതമായൊരു ഉദാഹരണമല്ലേ അത്? തുമ്മുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, എന്താ കുഴപ്പം? റസൂലിന്റെ മേൽ സ്വലാത്തല്ലേ എന്ന് ആരും വിചാരിച്ചില്ല. ഇബ്നു ഉമർ വിചാരിച്ചില്ല. തിരുത്തി കൊടുക്കണം, അങ്ങനെ പറയല്ല. റസൂൽ തുമ്മുമ്പോ പറയുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതാണ് സുന്നത്ത്. ആ റസൂൽ പഠിപ്പിച്ചത് കൂട്ടാനോ കുറക്കാനോ പാടില്ല.
ബിദ്അത്ത് അതിനോട് രാജിയാകണം. ആ നിലക്ക് റസൂൽ പഠിപ്പിച്ച സുന്നത്തിനെ നെഞ്ചിലേറ്റിയാണ്. അവിടുത്തെ വഫാത്തിനെ ഓർത്ത് നമ്മൾ കരയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് റസൂലിന്റെ അവസാന സമയത്തെ വസിയത്തെങ്കിലും ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, കരയേണ്ടത്. അല്ലാഹു റസൂലിനെ പിൻപറ്റി മരണം വരെ മുത്തഖികളായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ വന്ന പിഴവുകൾ അല്ലാഹു തെറ്റുകൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ രോഗികളായി കിടക്കുന്ന ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. എൻ്റെ നാട്ടിലെ ഒരു സഹോദരൻ, നമ്മുടെ ആദർശ സഹോദരൻ, അദ്ദേഹം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഐസിയുവിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ആഫിയത്തിനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു അദ്ദേഹത്തിന് സമാധാനം ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മൾ മരിച്ചുപോയി നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين.